വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. പോറ്റിവിറ്റ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത. ഗോവർദ്ധന വിറ്റ സ്വർണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ബെല്ലാരിയിലുണ്ട്. റോദ്ദം ജുവലേഴ്സിന്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാവുന്നതാണ്. റോദ്ദം ജുവലറിയിൽ നിന്നാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും നിർണായകമായ ഒരു വിവരം പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിവിറ്റ സ്വർണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് SIT നമുക്ക് സൂചന നൽകുന്നുണ്ട്. ഇന്നലെയാണ് ബെല്ലാരിയിലേക്ക് ഈ കർണാടകയിലേക്ക് പോറ്റിയുമായി SIT സംഘം പോയത്. റിപ്പോർട്ടർ TV ആണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ഈ വാർത്ത. ഗോവർദ്ധനാണ് സ്വർണം വിറ്റിരിക്കുന്നത്. ഇത് ഗോവർദ്ധൻ സമ്മതിച്ചിരുന്നു SITക്ക് മുന്നിൽ. ഇപ്പോൾ ആ സ്വർണം കണ്ടെത്തി എന്ന വാർത്ത. അയ്യപ്പന്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി മോഷ്ടിച്ചു പോയ സ്വർണം ഇപ്പോൾ ഗോവർദ്ധന് വിറ്റിരുന്നു. ആ ഗോവർദ്ധന് വിറ്റ പോറ്റി വിറ്റ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. ഹരി, നിർണായകമായ വിവരമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. വിറ്റ സ്വർണം 59 പവനും കണ്ടെത്തിയെന്നാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ കേസിലെ തൊണ്ടി മുതൽ റിക്കവർ ചെയ്തിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളത്. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ റോഡം ജുവലറിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. ആ വിവരപ്രകാരം ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്വർണം റിക്കവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. അത് സ്വർണ്ണ കട്ടികളുടെ രൂപത്തിലായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് കൈമാറിയിട്ടുള്ള സ്വർണ്ണ കട്ടികളുടെ രൂപത്തിൽ ആണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടെടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചത്. അതിൽ ഗോവർദ്ധന്റെ മൊഴിയും വളരെ നിർണായകമായിരുന്നു. ആ സ്വർണം വീണ്ടെടുക്കുന്ന സമയത്ത് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെ അവിടെ എത്തിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ സ്വർണം വീണ്ടെടുത്തത്. അത് രേഖകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇനിയിപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിലെ സ്വർണം കൂടി വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ ഈ കേസിലെ തൊണ്ടി മുതൽ ഏറെക്കുറെ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രധാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള, അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുള്ള, സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക്, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും റിക്കവർ ചെയ്യേണ്ടിയിരുന്നത്. 476 ഗ്രാം സ്വർണം, ആ സ്വർണമാണ് ഇപ്പോൾ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ അന്വേഷണ സംഘത്തിന്റെ SP-യുടെ നേതൃത്വത്തിൽ അടക്കമുള്ള അന്വേഷണ സംഘം ഇന്നലെ ജ്വല്ലറിയിൽ എത്തുകയും ജ്വല്ലറിയിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണം വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഗോവർദ്ധനും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. തന്റെ കയ്യിൽ സ്വർണമുണ്ട്, ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതാണ്, അതിനുള്ള പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു എന്നുള്ള ഗോവർദ്ധന്റെ മൊഴിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഗോവർദ്ധന്റെ കൂടി സാന്നിധ്യത്തിലാണ് ആ ജ്വല്ലറിയിൽ എത്തിക്കൊണ്ട് പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നീക്കവും ഏറ്റവും നിർണായകമായ കണ്ടെത്തലുമാണ് ഇതെന്നുള്ളതാണ്. ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന കടമ്പ എന്ന് പറയുന്നത്. അത് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയും. 1 കിലോ സ്വർണ്ണമാണ് വേർതിരിച്ചെടുത്തത്. ആ 1 കിലോ സ്വർണ്ണത്തിൽ 476 ഗ്രാമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൽപേഷ് വഴി സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറിയത്. ആ കൈമാറിയിട്ടുള്ള സ്വർണം നേരെ ഈ പറയുന്ന ഗോവർദ്ധനിൽ കൈമാറുകയായിരുന്നു. അതിന്റെ പണം വാങ്ങിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി ഇടപാടുകൾ അടക്കം നടത്തിയത് എന്നുള്ളത് SIT കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സ്വർണ്ണമാണെന്ന് SIT കണ്ടെത്തുകയും അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് ബംഗളൂരുവിലേക്ക് അന്വേഷണ സംഘം തിരിക്കുകയും നേരെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ എത്തുകയും ചെയ്തത്. ആ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ ആദ്യ തെളിവെടുപ്പ് തന്നെ ബെല്ലാരിയിലെ ജ്വല്ലറിയിലായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെ ഗോവർദ്ധനെയും കൂട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണം വീണ്ടെടുക്കാൻ പോയത്. അതിനുശേഷമാണ് ജ്വല്ലറി പൂട്ടിയ നിലയിൽ, രാവിലെ അഭിജിത്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ ജ്വല്ലറി പൂട്ടിയ നിലയിൽ കാണപ്പെട്ടത് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഗോവർദ്ധനെ ഏതെങ്കിലും നിലയിലേക്ക് അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ SIT ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ പൂർണ്ണമായും ഗോവർദ്ധൻ അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു നിലയാണുള്ളത്. ആ സ്വർണം വീണ്ടെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഗോവർദ്ധന്റെ സഹായവും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് SIT പറയുന്നത്. പക്ഷെ 6 വർഷങ്ങൾക്ക് ശേഷം ആ സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും സ്വർണ്ണ കട്ടികളുടെ രൂപത്തിലാണ് ആ സ്വർണം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതായത് ഉരുക്കി മറ്റേതെങ്കിലും നിലയിലേക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വിൽക്കുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് കൂടുതൽ പ്രയാസകരമായേനെ. പക്ഷെ ആ സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരമാണ്.
വിവരമാണ്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകി, ഈ സ്വർണം വാങ്ങി പണം നൽകിയതിന്റെ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ഗോവർദ്ധൻ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ, കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വളരെ നിർണായകമായി രേഖപ്പെടുത്താൻ കഴിയുന്ന വിവരവുമാണ്. ഇനിയിപ്പോൾ അടുത്തതായി വേണ്ടത് 109 ഗ്രാം സ്വർണം. അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കയ്യിൽ പണിക്കൂലിയായിട്ടുണ്ട്. ഇനി അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതായത് 3 രീതിയിലാണ് ആ സ്വർണം തൊണ്ടി മുതലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ദ്വാരപാലക പാളിയിൽ നിന്ന് അടിച്ചുകൊണ്ടുപോയ മുഴുവൻ സ്വർണവും അങ്ങനെ കണ്ടെത്തുകയാണ്. അയ്യന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ അതെല്ലാം തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതൽ റിക്കവറി ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോവർദ്ധൻ നേരത്തെ സമ്മതിച്ചു. ഈ അന്വേഷണ സംഘത്തോട് ഗോവർദ്ധൻ എല്ലാം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഇടപാടുകൾ, ഇതെല്ലാം ഗോവർദ്ധൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ സ്വർണം കൈമാറിയത് നേരത്തെ തന്നെ SITക്ക് മുന്നിൽ സമ്മതിച്ചിരുന്നു. അത് കടത്തുമോ എന്നായിരുന്നു നമ്മളുടെ അടക്കമുള്ള സംശയം. കാര്യം ഈ ഗോവർദ്ധന് വിദേശത്തും ചില ബന്ധങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പാളിയായിട്ടല്ല കണ്ടെത്തിയിരിക്കുന്നത് സ്വർണ്ണക്കട്ടിയായിട്ടാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പാളി അപ്പാടെ മാറ്റുകയല്ല ചെയ്തത്. പാളിയിൽ നിന്ന് സ്വർണം ഉരുക്കി മാറ്റി അത് ശബരിമലയിലെ സ്വർണം എന്ന മട്ടിൽ അവിടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ ഹരി? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ വേണം നമുക്ക് കരുതാൻ. SITക്ക് അക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക എന്ന് പറയുന്നത് ഈ സ്വർണം അത് മറ്റേതെങ്കിലും നിലയിലേക്ക് മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിറ്റിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവിടെ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനം ഉണ്ടായില്ല. ആ സ്വർണം വീണ്ടെടുക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 കിലോ സ്വർണമായിരുന്നു നിലവിൽ കണ്ടെത്തേണ്ടിയിരുന്നത്. അതിൽ കുറച്ചു ഭാഗം ഈ ചെമ്പുപാളികളിൽ പൂശാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ആ ഭാഗം അങ്ങ് ഒഴിവാക്കി നിർത്താം. മറ്റ് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അത് വീണ്ടെടുക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഈ ഗോവർദ്ധന്റെ റോധം ജ്വല്ലറിയിൽ നിന്നായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കയ്യിലുള്ള അവർ പണിക്കൂലിയായി വാങ്ങിയ 109 ഗ്രാം സ്വർണ്ണമാണ്. ആ സ്വർണം ഇനി വീണ്ടെടുക്കണം. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കായി ഉണ്ടായിരുന്ന സ്വർണ്ണമായിരുന്നു. അതാണ് ഈ ഗോവർദ്ധന് വിൽക്കുകയും ചെയ്തത്. അതിന് ലഭിച്ച പണം കൊണ്ട് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചു. അതായത് ആ സ്വർണം പണമാക്കിയതിന്റെ തെളിവുകൾ ലഭിച്ചു, അതിന്റെ രേഖകൾ ലഭിച്ചു. ഇനിയിപ്പോൾ വേണ്ടിയിരുന്നത് സ്വർണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അത് പൂർണ്ണമായിട്ടും ആ ഒരു വീണ്ടെടുക്കലിൽ വിജയിച്ചു അന്വേഷണ സംഘം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അതിൽ ഗോവർദ്ധനെ ഏതെങ്കിലും നിലയിലേക്ക് പ്രതി ചേർക്കുമോ, അല്ലെങ്കിൽ അതിൽ സാക്ഷിയാക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വേണ്ടത്. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇനിയിപ്പോൾ സ്വർണം വീണ്ടെടുത്ത സ്ഥിതിക്ക് മറ്റ് തെളിവെടുപ്പുകൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കൊണ്ട് മറ്റ് ആ 109 ഗ്രാം സ്വർണം വീണ്ടെടുക്കാനുള്ള അടുത്ത പ്രക്രിയയിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ്.